നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് AWSൻ്റെ ആംപ്ലിഫൈ എന്ന് പറയുന്നത്. AWSൻ്റെ ഒട്ടുമിക്ക എല്ലാ സർവീസസും കൂടി അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് തരുന്ന ഒരു സർവീസാണ് AWSൻ്റെ ആംപ്ലിഫൈ. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം അത് കംപ്ലീറ്റ്ലി സെർവർലെസ് ആണ്. നമ്മൾ സെർവർ കോൺഫിഗറേഷൻ അതിൻ്റെ കാര്യങ്ങളൊന്നിനും ആലോചിക്കേണ്ട കാര്യം മൂലയില്ല, എല്ലാം ഡൺ ബൈ AWSൻ്റെ ആംപ്ലിഫൈയിലാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. നമുക്ക് ഫുൾ ഓൺ ഫുൾ ഇത് കംപ്ലീറ്റ്ലി കോഡ് വഴി, അതായത് കമാൻഡ്സ് വഴി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ്. സോ ഈ ഒരു പർട്ടിക്കുലർ സർവീസിൻ്റെ അണ്ടർലൈൻ AWS സർവീസ് ഏതാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആംപ്ലിഫൈ ഓത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സർവീസ് ആക്ച്വലി ആമസോൺ കൊഗ്നിറ്റോ ആണ് അണ്ടർലൈൻ AWS സർവീസായിട്ട് വരുന്നത്. GraphQL API എന്ന് പറയുന്നത് AWS AppSync ആണ്. REST API എന്ന് പറയുന്നത് ആമസോണിൻ്റെ API ഗേറ്റ്വേ പ്ലസ് ലാംഡ സർവീസാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് ഫംഗ്ഷൻസിന് യൂസ് ചെയ്യുന്നത് AWS ലാംഡ ആണ്. ദെൻ ഫയൽ സ്റ്റോറേജ് വരുന്നത് ആമസോൺ S3 ആണ്. ഡാറ്റാബേസ് യൂസ് ചെയ്തിരിക്കുന്നത് DynamoDB ആണ്. ആമസോണിൻ്റെ DynamoDB ആണ് ഡാറ്റാബേസ് ആയിട്ട് വരിക. ദെൻ ഹോസ്റ്റിങ്ങിന് S3 ക്ലൗഡ് ഫ്രണ്ട് ഉണ്ട്, Route 53 ഉണ്ട്. ദെൻ കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ CI/CD ഡിപ്ലോയ്മെൻറ്റിന് വരുന്നത് AWS കോഡ് ബില്ലും കോഡ് പൈപ്പ് ലൈനുമാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ദെൻ അനലിറ്റിക്സ് ആയിട്ട് ആമസോൺ പിൻ പോയിൻറ്റ് വരുന്നുണ്ട്. ദെൻ പുഷ് നോട്ടിഫിക്കേഷൻ വരുന്നത് ആമസോൺ പിൻ പോയിൻ്റ് ആണ്. ഇനി ജിയോ ലൊക്കേഷൻ മോണിറ്ററിങ് തുടങ്ങിയ എല്ലാ സർവീസസും ഇതിൽ ഓൾറെഡി റണ്ണിങ് ആണ്. AWS IAM ആണ് യൂസ് ചെയ്യുന്നത്. AWSൻ്റെ മോസ്റ്റ് പ്രോമിനൻറ്റ് ഓതൻറ്റിക്കേഷൻ സർവീസാണ് IAM. സോ നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിലേക്ക് താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു സർവീസ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്.